അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് മറ്റൊരു വീഡിയോ സന്തോഷം. ഒരുപാട് പണ്ഡിതന്മാരുടെ ഇടയിൽ ഞാനൊരു സാധാരണക്കാരൻ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാട്ടോ, കോട്ടക്കൽ കോട്ടൂരിലാണ്. ഈ സ്ഥാപനം മസാലിക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കോട്ടൂർ ഉസ്താദിൻ്റെ സ്ഥാപനമാണ്. കോട്ടൂർ ഉസ്താദിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പണ്ഡിതന്മാർ കേരളത്തിലും പുറത്തും ശിഷ്യഗണങ്ങളുള്ള വലിയ മഹാനവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനവും ഒരു വലിയ ഡ്രീം പ്രൊജക്റ്റുമാണ് ഇവിടെ ഉള്ളത്. ഈ സ്ഥാപനം ഏകദേശം 3 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥാപനം നടത്തുന്നത്, ഇതിൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. വിവിധ പ്രദേശങ്ങളിൽ അവരാണ് ഇതിൻ്റെ ഭാരവാഹികൾ. ഇപ്പോൾ ഇവരൊക്കെ ഒരുപാട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ ദർസ് നടത്തുന്ന ഉസ്താദുമാരാണ്. ഇതേപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഭാരവാഹിത്വമുള്ള ഉസ്താദ് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനം മസാലിക്ക്. പിന്നെ ഇവിടെ ഫാദിലി ബിരുദം ആ ബിരുദമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം, പിന്നെ ഉസ്താദിൻ്റെ ആഗ്രഹം ഇത് വലിയൊരു സ്ഥാപനമാക്കണം. അപ്പോൾ സ്ഥാപനത്തിനാണെങ്കിൽ ഒരുപാട് കുട്ടികൾ, ഏകദേശം ചെറിയൊരു അക്കോമഡേഷൻ ആണെങ്കിലും കുട്ടികളുടെ എൻക്വയറി ഒരുപാടാണ്. ഇവിടെ പഠിക്കാൻ ഒരുപാട് കുട്ടികൾ, 200 കുട്ടികളെന്തോ ഉണ്ടല്ലോ നിലവിലുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വിപുലീകരിക്കുകയാണെങ്കിൽ, നമുക്കറിയാമല്ലോ കുറഞ്ഞൊരു പ്രദേശത്തെ സ്ഥലത്താണ് ഇപ്പോൾ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. തൊട്ടടുത്ത് ഈ കോട്ടക്കൽ കോട്ടൂരിൻ്റെ തൊട്ടടുത്ത് 1 ഏക്കർ സ്ഥലം ഇവർ അഡ്വാൻസ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നിങ്ങളും കൂടെ ആവുകയാണെങ്കിൽ ഒരു വലിയ പുണ്യപ്രവർത്തനത്തിന്, ഉസ്താദൊക്കെ നമുക്കറിയാലോ, കോട്ടൂർ ഉസ്താദിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അത്രയധികം നന്മകളും വലിയ പണ്ഡിതനും ഒരുപാട് പേർക്ക് സേവനം ചെയ്യുന്ന വലിയൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളാവുക, ഒന്ന് പറ്റുന്ന രീതിയിൽ സഹകരിക്കുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഈ പുണ്യപ്രവർത്തനത്തിൻ്റെ ഭാഗം എൻ്റെ നാട്ടിലെ സ്ഥാപനം കൂടെയുള്ള നമ്മളുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. തൻ്റെ പ്രായാധിക്യം കൊണ്ട് ശാരീരികമായ അവശതകൾ അനുഭവിക്കുകയാണ് ഉസ്താദ്. ഞാൻ ഉസ്താദിനെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കണ്ടിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ദുആക്ക് ശേഷമാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ എത്തിയത്. അപ്പോൾ ഏതായാലും വലിയ സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ. അപ്പോൾ ഒന്ന് ആരൊക്കെ ഇവരൊന്ന് പരിചയപ്പെടുത്തുക. ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇതാരൊക്കെ ഉള്ളത് ഒന്ന് പരിചയപ്പെടുത്തിയ സംവിധാനം പറഞ്ഞു. ഞാൻ ജുനൈദ് ഫാദിലി ഫറൂഖ് കോളേജ് ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറാണ്. കൂടെ ഉള്ളത് ഖാലിദ് ഫാദിലി ചെറൂരാണ്. ഇതിൻ്റെ കമ്മിറ്റി ഒരു സെക്രട്ടറിയാണ്. അബ്ദുൽ ലത്തീഫ് സക്കാഫി എന്നിവരാണ്. പരിചയം ഉണ്ടാവും ഇവരൊക്കെ. ഞാൻ മുഹമ്മദ് സക്കാഫി കോട്ടൂരാണ് വീട്. ഈ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീടുള്ളത്. ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാരല്ലേ, വലിയ ദർസുകൾ നടത്തുന്ന 50-100 കുട്ടികൾക്ക് ദർസ് നടത്തുന്ന ഉസ്താദുമാരാണ് ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നത്. ഇന്ന് അവരൊക്കെ അവരുടെ ജോലി സ്ഥലങ്ങളിലായതുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല. വലിയ ഉസ്താദുമാരെ പന്മണസ്ഥ അടക്കം പ്രൈമള മരിവണ്ടി വാക്കിയ ഉസ്താദടക്കം ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളാണ് ഉസ്താദിൻ്റെ ശിഷ്യന്മാരും ഇതിൻ്റെ പ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അപ്പം മാഷ് പറഞ്ഞ പോലെ ഇപ്പം ഈ സ്ഥലം ഉള്ളത് 25 സെൻറ്റിലാണ്. ഈ സ്ഥാപനം ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ. 300 അതിലധികവും കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് എടുക്കാൻ കഴിയാത്ത പ്രയാസമുണ്ട്. നിലവിൽ തന്നെയുള്ള 200 കുട്ടികൾക്കുള്ള അക്കോമഡേഷൻ പൂർണ്ണമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സ്ഥാപനം വിപുലപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് 1 ഏക്കർ സ്ഥലം അവിടെ എടുത്തു എന്ന് പറയുന്നത്. അത് പൂർത്തീകരിക്കുന്നതിനും സ്ഥാപനം വിപുലപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഹൃദയപൂർവ്വം മസാലിക്കിന് എന്ന ക്യാമ്പയിൻ ഈ റമദാൻ തുടക്കത്തിൽ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അതുമായി നമ്മളായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ഥലം എടുത്ത വിഷയത്തിൽ 1 കോടിയിലേറെ ബാധ്യത ഈ റമദാൻ കഴിഞ്ഞ ഉടനെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് 500 രൂപ ചലഞ്ച് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് ഇപ്പം നടക്കുന്ന പല പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് 500 രൂപ ചാലഞ്ച്. ഇൻഷാ അല്ലാഹ് നാം ഓരോരുത്തരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, ആ നിലയ്ക്ക് എല്ലാവരും ഒന്ന് സഹകരിച്ച് തന്നാൽ ഇൻഷാ അല്ലാഹ്
വലിയ സന്തോഷമായിരിക്കും. ഞങ്ങൾ മാഷ് ഇവിടെ വന്നു, വലിയ സന്തോഷമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾക്കിടയിൽ തൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്നു ഇന്ന് ഉസ്താദിനെ കണ്ടു. ഉസ്താദിൻ്റെ അടുത്തുനിന്ന് ദ്വാ ചെയ്യിപ്പിച്ചതിൻ്റെ ശേഷമാണ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടാകും. പ്രത്യേകിച്ച് അവസാനത്തെ ദിനങ്ങളും രാവുകളൊക്കെയാണ്. ഈ പുണ്യ ദിനങ്ങളിൽ നിങ്ങളുടെ ഒരു സഹായം മസാലിക്കിനുണ്ടാകട്ടെ. ഹൃദയപൂർവ്വം മസാലിക്ക് എന്ന ക്യാമ്പയിൻ, അതിനോടനുബന്ധിച്ച് നടക്കുന്ന 500 രൂപ ചാലഞ്ച് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. ഈ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, വിജയിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്.